എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സമൂഹത്തിൽ മിക്ക ആളുകളുടെയും ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അമിതമായ ഉത്കണ്ഠ എന്ന് പറയുന്നത്. ഈ പ്രശ്നം അകറ്റി മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന 2 ആസനങ്ങളാണ് ഉഷ്ട്രാസനവും ഊർധ്വപാദഹസ്താസനവും. ഇവ രണ്ടും പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഉഷ്ട്രാസനത്തിലേക്ക് കടക്കാം. 2 കാലുകളുടെയും മുട്ടുകൾ മടക്കി നട്ടെല്ല് നിവർന്നു നിന്നതിന് ശേഷം ശരീരം പതിയെ പുറകിലേക്ക് കൊണ്ടുവരികയും 2 കൈകളും കൊണ്ട് അതത് വശത്തെ കാൽക്കുഴകളിൽ അല്ലെങ്കിൽ ഉപ്പൂറ്റികളിൽ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ ശരീരം നല്ല രീതിയിൽ മുന്നിലേക്ക് തള്ളിക്കൊണ്ടുവരികയും തല കഴിയുന്നത്ര പുറകിലേക്ക് വളച്ചു കൊണ്ടുവരികയും ചെയ്യുക. ഈ നിലയിൽ നിന്നുകൊണ്ട് പറ്റുന്നത്ര സമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് പരിശീലിച്ചതിന് ശേഷം 2 കൈകളും പതിയെ കാലുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയും പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കുകയും ചെയ്യുക. വീണ്ടും ഇതേ രീതിയിൽ തന്നെ 1-2 തവണ കൂടി പരിശീലിക്കാവുന്നതാണ്. ആദ്യമായി ഈ ആസനം പരിശീലിക്കുന്ന വ്യക്തികൾക്ക് ഇതേ രീതിയിൽ പരിശീലിക്കാൻ ബുദ്ധിമുട്ടായേക്കാം. അങ്ങനെയുള്ള വ്യക്തികൾ മുട്ടുകൾ കുത്തി നട്ടെല്ല് നിവർന്നു നിന്നതിന് ശേഷം 2 കൈപ്പത്തികളും ശരീരത്തിന് പിന്നിലേക്ക് കൊണ്ടുവന്ന് നടുവിന്റെ ഭാഗത്തായി താങ്ങി നിർത്തുകയും ശരീരം കഴിയുന്നത്ര പുറകിലേക്ക് വളച്ചു പിടിച്ചതിന് ശേഷം ഈ നിലയിൽ നിന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതുമാണ്. പറ്റുന്നത്ര സമയത്തേക്ക് ഈ നിലയിൽ തുടർന്നതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നുന്ന സമയം 2 കൈകളും താഴ്ത്തി ശരീരം നേരെ കൊണ്ടുവരികയും പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റികളിൽ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. അല്പസമയത്തിന് ശേഷം ഇതേ രീതിയിൽ തന്നെ 3-4 തവണ കൂടി പരിശീലിക്കാം. കുറച്ചു നാളത്തേക്ക് ഈ രീതിയിൽ പരിശീലിച്ചതിന് ശേഷം നമ്മൾ ആദ്യം കാണിച്ച രീതിയിലേക്ക് കടക്കാവുന്നതാണ്. ഉഷ്ട്രാസനം പരിശീലിച്ചതിന് ശേഷം നിർബന്ധമായി പരിശീലിക്കേണ്ട ഒന്നാണ് ഊർധ്വപാദഹസ്താസനം. ഇത് ചെയ്യുന്നതിനായിട്ട് 2 കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം 2 കൈകളും ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവന്ന് പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുകയും വളരെ സാവധാനം 2 കാലുകളും ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം കൈപ്പത്തികൾ ശരീരത്തിന് പുറകിൽ നിന്ന് ഉയർത്തി മുന്നിലേക്ക് കൊണ്ടുവരികയും കാൽപാദങ്ങളിലേക്ക് നീട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ പരിശീലിക്കാൻ സാധിക്കുന്നവർക്ക് ഈ രീതിയിൽ പരിശീലിക്കാവുന്നതാണ്. അല്ലാത്ത വ്യക്തികൾ നമ്മൾ ഈ ആസനം പരിശീലിക്കാൻ തുടങ്ങിയ നേരം ഇരുന്നത് പോലെ തന്നെ ഇരിക്കുകയും കൈപ്പത്തികൾ ശരീരത്തിന് പുറകിലായി പതിച്ചു വെക്കുകയും ചെയ്തതിന് ശേഷം 2 കൈകളുടെയും മുട്ടുകൾ മടക്കി ശരീരത്തെ പുറകിലേക്ക് പതിയെ ചായ്ച്ചു കൊണ്ടുവരികയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 2 കാലുകളും മുട്ടുകൾ മടക്കാതെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യുക. ഈ രീതിയിൽ 7-8 തവണ പരിശീലിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ കുറച്ച് നാളത്തെ പരിശീലനത്തിലൂടെ നമ്മൾ ആദ്യം കാണിച്ച അതേ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടില്ലാതെ ഉയർന്നു വരാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഊർധ്വപാദഹസ്താസനം നമ്മൾ പരിശീലിക്കുന്നത്. ഇവ രണ്ടും ദിവസേന പരിശീലിക്കുന്നതിലൂടെ അമിതമായി ഉണ്ടാകുന്ന ഉത്കണ്ഠ അകറ്റി മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നു. ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.